കഴിഞ്ഞ ദിവസം സിനിമ ഒക്കെ കഴിഞ്ഞ് വന്ന് കിടുന്ന സമയം 5 മണിയാണ്. അതുകൊണ്ട് തന്നെ എണീറ്റത് 11 മണിക്കാണ്. അപ്പോൾ ഒരു ചെറിയ ഡേ മൈ ലൈഫ് എടുക്കാൻ എനിക്ക് എളുപ്പമാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴത്തെയും പോലെ തന്നെ പുട്ട് ആയിരുന്നു. പിള്ളേർക്ക് പുട്ടൊക്കെ കൊടുത്തു. നമ്മുടെ വീട്ടിലത്തെ മുളകാണ് കേട്ടോ ഇത്. എന്ന് തുണക്കാൻ വെച്ചു അന്ന് പിടിച്ച മഴയാണ്. വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് വെക്കാന്ന് വെച്ചപ്പോഴത്തേനും മഴ ചാറി. പിന്നെ അത് നല്ല ഗംഭീര മഴയായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഇരുട്ട് പിടിച്ച കാലാവസ്ഥ. കുറേ നേരം മുമ്പ് അച്ഛൻ കാശിക്കുട്ടനെയും കൊണ്ട് എവിടേക്കോ പോയിട്ടുണ്ടായിരുന്നു. ദേ അച്ചാച്ചനും മോനും കൂടെ തെണ്ടിത്തിരിഞ്ഞ് എവിടത്തേക്കോ വന്നിട്ടുണ്ട് മിഠായിയൊക്കെ കൊണ്ട്. മിഠായി കിട്ടിക്കഴിഞ്ഞാൽ സപ്ലൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം എനിക്കിങ്ങനെ ഇരുട്ടത്ത് നല്ല മഴയത്ത് പുതച്ചു മുടി കെടുക്കാൻ ഭയങ്കര ഇഷ്ടമായി. ഈ പുതപ്പിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞുണ്ട് കേട്ടോ. അങ്ങനെ ദീർഘമായൊരു ഉറക്കത്തിന് ശേഷം ചായ എടുത്ത് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നോട്ട്. നമ്മുടെ കുഞ്ഞു വീട്ടിലിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എൻ്റെ പുതിയ ഇലക്ട്രിക് ചോപ്പറാണ് കേട്ടോ. എൻ്റെ ഒരു കുഞ്ഞുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പേസ്റ്റ് ചെയ്ത് വെച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി അടിപൊളിയായിട്ട് കിട്ടും. ഒരൊറ്റ ചോപ്പിൽ തന്നെ നല്ല രീതിയിൽ പീൽ ചെയ്ത് കിട്ടുന്നത്. ഇതിലിങ്ങനെ പീൽ ചെയ്യാൻ മാത്രമല്ല എല്ലാതും നല്ല രീതിയിൽ ക്രഷ് ചെയ്ത് കിട്ടും. അതായത് ഒരു മിക്സ് ചെയ്യേണ്ട എല്ലാ സംഭവങ്ങളും ഇത് ചെയ്തോളും. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ചോപ്പറല്ലേ, അത് ഞാൻ ഇനി എൻ്റെ വീട്ടിലേക്ക് കൊടുക്കും. ഇത് ഞാൻ ഇവിടേക്ക് യൂസ് ചെയ്യാൻ അത്യാവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഉപരി കുറച്ചും കൂടി ഞാൻ ചെറുതാക്കിയിട്ടുണ്ട്. ഇതൊരിക്കലും അരഞ്ഞ് കിട്ടില്ല, ചോപ്പ് ചെയ്തേ കിട്ടത്തുള്ളൂ കേട്ടോ. ഈ ഒരു ഗ്ലാസ് കണ്ടെയ്നർ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഇത് എൻ്റെ മുത്താണ് ഗൈസ്. കാരണം എനിക്കിത് അത്ര ഇഷ്ടം, ഭയങ്കര ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ വടിച്ച് തുടച്ച് ഞാൻ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. 2 ആഴ്ചയ്ക്ക് ഇനി വേറെ ഒന്നും നോക്കണ്ട. ഏട്ടൻ എന്തൊക്കെയോ കഴിക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെക്കിൻ്റെ മോളേക്കിന്ന് മിസ്കിസ്കി കഴിച്ചാൽ വിശപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് ഉള്ളി കുറേ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായതുകൊണ്ട് ലാസ്റ്റ് ടൈപ്പിൽ ഞാനൊന്ന് അമ്മനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നാക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം പോവുക. ഇത് എടുത്ത് വെച്ച് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര സമയം നിങ്ങൾക്ക് ലാഭിക്കാമെന്ന് അറിയാം കേട്ടോ. ഞാനിപ്പോൾ ക്യാബേജും കൂടെ ചോപ്പ് ചെയ്തേക്കെന്ന് വിചാരിച്ചു. ഇതെൻ്റെ അനിയനാണ്. എന്നെക്കാളും 7 വയസ്സ് മൂപ്പുണ്ട് ഇവന്. പക്ഷേ ഇവൻ എൻ്റെ അടുത്ത് ഭൂരിഭാഗം സമയം ഒരു +2 പഠിക്കുന്ന അനിയനെ പോലെ ബിഹേവ് ചെയ്യുക. ഞാനും എൻ്റെ കണ്ണിൽ ഒരു +2 പഠിക്കുന്ന അനിയനെ പോലെയാണ് അവനോട് പെരുമാറാട്ടോ. ഇവിടെ എല്ലാവരും ഇത് പറയും. ഞാൻ നമ്മുടെ ക്യാബേജ് പുട്ടുപൊടി പോലെ ആക്കി എടുത്തിട്ടുണ്ട്, അത്രയും നല്ല രീതിയിൽ. ഇത് നമ്മുടെ ഒരു ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഒരു കണ്ടെയ്നറാണ് കേട്ടോ. ഇത് 7 എണ്ണം കിട്ടും. അതിൽ ഒരെണ്ണത്തിൽ ഞാൻ ക്യാബേജ് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെക്കുന്ന ബോക്സുകൾ കാണിക്കുമെന്ന് ചോദിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ മുത്തിനെ ഇത് തുടപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടൻ എപ്പോഴത്തെയും പോലെ കുറേ ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കാപ്പി കുടിച്ചിട്ടൊന്നിരിക്കണം.